അപ്പോൾ എന്തായാലും ഒരു മാങ്ങാണ്ടിക്ക് 25,000 രൂപ എന്ന് പറയുന്ന ഒരുപക്ഷെ ചരിത്രത്തിൽ ആദ്യമായിട്ടായിരിക്കും ഇങ്ങനെ ഒരു പിഴ. ഒരു മാങ്ങാണ്ടി തന്ന വിന, അതാണ് ഇന്നത്തെ ചർച്ചാ വിഷയം. എനിക്ക് വിഷയം സംസാരിക്കുമ്പോൾ ഐ വാസ് വെരി പ്രൗഡ് ഇനഫ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ വയനാട് സുൽത്താൻ ബത്തേരിക്കാരിയാണ്. സുൽത്താൻ ബത്തേരിയാണ് നമ്മളുടെ ക്ലീൻ സിറ്റി എന്നറിയപ്പെടുന്നത്. എൻ്റെ വീഡിയോസ് കാണുന്നതിൽ ബത്തേരിയുള്ള ആൾക്കാരുണ്ട്. ബത്തേരി ഇല്ലാത്ത ആൾക്കാരോട് ഞാൻ പറയാണ്, വൺ ടൈം നിങ്ങളൊന്ന് സുൽത്താൻ ബത്തേരി വന്ന് നോക്കണം. ഞങ്ങളുടെ മുനിസിപ്പാലിറ്റി എത്ര അടിപൊളിയായിട്ടാണ് കൊണ്ടുപോകുന്നത് എന്നുള്ളത്. ഈവൻ ഉത്സവം കഴിഞ്ഞ് എന്ന് വെച്ചാൽ മരുമങ്കോൽ ഉത്സവം നമ്മളുടെ ഏറ്റവും ഫേമസ്. മരുമങ്കോൽ ഉത്സവം കഴിഞ്ഞ് നെക്സ്റ്റ് ഡേ തന്നെ നമ്മൾ ആ ബത്തേരി എത്തിയിട്ടുണ്ടെങ്കിൽ ഉത്സവം കഴിഞ്ഞു എന്ന് പറയില്ല. അത്രയ്ക്ക് നീറ്റാക്കിയിട്ടാണ് നമ്മൾ സുൽത്താൻ ബത്തേരി സിറ്റി. അപ്പം ഞങ്ങളെ സംബന്ധിച്ച് ഈ മാങ്ങാണ്ടീൻ്റെയും ഒരു തുപ്പലിൻ്റെയും അല്ലെങ്കിൽ ചെറിയൊരു വേസ്റ്റ് ഇടലിൻ്റെയും വില എന്താണെന്നുള്ളത് ഞങ്ങൾക്ക് അറിയാം. ഓക്കെ, കമ്മിങ് ബാക്ക് ടു ദ ടോപ്പിക്. ഈ വാട്സ്ആപ്പ് നമ്പറിലേക്ക് കേരളത്തിൽ എവിടെയും ആരെങ്കിലും വേസ്റ്റ് വലിച്ചെറിയുന്നതിന്റെ ഫോട്ടോ ഒന്നുകിൽ ആളെ കിട്ടണം, അല്ലെങ്കിൽ വെഹിക്കിൾ നമ്പർ. ഈ വീഡിയോ ക്ലിപ്പിംഗ് എന്താണെന്ന് മനസ്സിലായോ എന്ന് എനിക്കറിയില്ല. അധിക പേരൊന്നും വിഷയത്തെക്കുറിച്ച് സംസാരിച്ചിട്ടില്ല, പക്ഷേ സംസാരിക്കേണ്ടതായ വിഷയമാണ്. നമ്മുടെ MG ശ്രീകുമാർ, ചിരിക്കൊടുക്കാം എന്നാണല്ലോ പറയുക. MG ശ്രീകുമാറിൻ്റെ വീട്ടിൽ നിന്ന് വേസ്റ്റ് കായലിലോട്ട് എറിയുന്ന വീഡിയോ ആണിത്. അപ്പോൾ ഈ വീഡിയോ ഇപ്പോൾ ഭയങ്കര വിവാദമായി കിടക്കുകയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ 6-7 മാസം മുമ്പ് കുറച്ച് ടൂറിസ്റ്റുകാരെയും കൊണ്ട് ബോട്ടിൽ ഇങ്ങനെ പോകുന്ന സമയത്ത് ബോട്ട് ഡ്രൈവർ എടുത്തൊരു വീഡിയോ ആണിത്. അപ്പം ആ വീഡിയോ ക്ലിപ്പിങ്ങിൽ തന്നെ പറയുന്നുണ്ട്, ദിസ് ഇസ് MG ശ്രീകുമാർസ് വീട് ഹൗസ് എന്നൊക്കെ മറ്റേ എന്താ പറയുന്നത് ടൂറിസ്റ്റുകാർക്കൊക്കെ പറഞ്ഞൊക്കെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു വീഡിയോ ആണിത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, വീട്ടിൽ നിന്ന് വേസ്റ്റ് കായലിലോട്ട് എറിഞ്ഞു. അപ്പോൾ ഈ വേസ്റ്റ് എറിഞ്ഞ വീഡിയോ ഭയങ്കര പബ്ലിക്കിൻ്റെ ഇടയിലൊക്കെ എത്തി. ലാസ്റ്റ് ആൾക്കൊരു 25,000 ഉറുപ്പ്യ ഇതിനൊരു പിഴ വന്നിരിക്കുകയാണ്. അപ്പോൾ ആ പിഴയിലോട്ട് എത്തിച്ച ചേട്ടൻ ആരാന്നുള്ളത് നമുക്ക് നോക്കാം. ദൃശ്യങ്ങളാ അതൊരു 6-7 മാസമായിട്ടുണ്ടാവും ആ വീഡിയോ എടുത്തിട്ട്. അപ്പോൾ അതിങ്ങനെ ഞാനിങ്ങനെ എറണാകുളത്ത് ഇങ്ങനെ ട്രിപ്പ് പോയപ്പോഴത്തേക്ക് ഇങ്ങനെ ബോട്ടിൽ വെച്ചിട്ട് ഇങ്ങനെ എടുത്തതാണ്. അപ്പോൾ അതിലെ ബോട്ടിലെ ഡ്രൈവറാണ് പറഞ്ഞത് MG ശ്രീകുമാറിന്റെ വീടാണെന്ന് പറഞ്ഞിട്ട് അങ്ങനെ അപ്പോൾ ഇത് കണ്ടത്. അങ്ങനെയാണ് ഞാൻ ജസ്റ്റ് ഫോറിനേഴ്സ് 2-3 പേരുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ആ വീഡിയോയ്ക്ക് അതിങ്ങനെ പറയുന്നത് ദിസ് ഈസ് MG ശ്രീകുമാർ ഹോം എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ജസ്റ്റ് ഫണ്ട് ഇങ്ങനെ പറയുന്നത്. അപ്പോൾ ആ ഒരു മൊമെന്റിലാണ് സംഭവം ഈ വേസ്റ്റ് ഇടുന്നത്. അപ്പോൾ അത് പുള്ളിയല്ല ഇട്ടത്, പക്ഷെ പുള്ളിയുടെ വീട്ടിൽ നിന്നാണ് ഇട്ടതെന്നുള്ളൊരു വിവരം ആ ഡ്രൈവർ പറയുമ്പോഴാണ് അറിഞ്ഞത്. അപ്പോൾ അത് ഒരു സോഷ്യൽ മീഡിയയിൽ അങ്ങനെ വൈറലായി. അപ്പം ഈ MB രാജേഷ് സാറിനെ ഇങ്ങനെ ടാഗ് ചെയ്തിട്ടപ്പോഴാണ് ആ വീഡിയോ ഇങ്ങനെ റീച്ചായി വന്നത്. പരാതി രേഖാമൂലം വാട്സാപ്പിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ആ വാട്സാപ്പ് നസീം NV നമ്മൾ ഈ വീഡിയോയിൽ കണ്ടിട്ടുള്ള ആളാണ് ഈ വീഡിയോ എടുത്തത്. അപ്പം അവരുടെ ഇടയിൽ സാധാരണ ഒരു ബോട്ടിൽ കൂടെ പോകുന്ന സമയത്ത് പല കാര്യങ്ങളും ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ ഇത് MG ശ്രീകുമാറിൻ്റെ വീടാണ് എന്നൊക്കെ ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ട് പോകുന്നതിനിടയിലാണ് വേസ്റ്റ് വരുന്നത്. അപ്പോൾ അവിടുന്ന് വേസ്റ്റ് വരുന്നൊരു വീഡിയോ ആളുടെ ഫോണിൽ ഇങ്ങനെ വെച്ചിരുന്നു. അതിനുശേഷം ആൾ എന്ത് ചെയ്തു, നമ്മുടെ MV രാജേഷ് സാറിനെ ടാഗ് ചെയ്തിട്ട സമയത്ത് ഈ വീഡിയോ ഭയങ്കര വൈറലായി. കാരണം MV രാജേഷ് സാറിൻ്റെ വീഡിയോ പോസ്റ്റുകളൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം, അതിൽ തന്നെ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്, വേസ്റ്റ് ആരെങ്കിലും കളയുന്നുണ്ടെങ്കിൽ അവരെ വീഡിയോയും പ്രൂഫും കാര്യങ്ങളൊക്കെ ഇന്നൊരു നമ്പറിലോട്ട് അയക്കുകയാണെങ്കിൽ അവർക്ക് നേരെ കറക്റ്റായിട്ടുള്ള പണിഷ്മെൻറ്റ് നമ്മൾ കൊടുക്കുമെന്ന് പറയുന്നുണ്ട്. ഈ പറഞ്ഞു തരുന്ന ആൾക്ക് എത്രയാണോ ആളുടെ കയ്യിൽ നിന്ന് ഫൈൻ വാങ്ങുന്നത് അതിൻ്റെ ഒരു 25% കിട്ടും എന്ന് പറയുന്നുണ്ട്. അങ്ങനെയാണ് ഈ പെർട്ടിക്കുലർ വ്യക്തി ഈ വീഡിയോ ഇങ്ങനെ അയക്കുന്നതും കാണുന്നതും അതൊരു വിഷയമാവുന്നതും 25,000 റുപ്പീസ് പിഴ കിട്ടുന്നതും. ആൾ എന്ത് പർപ്പസിന് ചെയ്തതാണെങ്കിലും ഇത് പൊളിച്ച്. കാരണം വേസ്റ്റ് ഇടുന്ന എത്രയോ ആൾക്കാരുണ്ട്, മേ ബി എത്രയോ ആൾക്ക് പിഴ കിട്ടുന്നുണ്ടാവും. പക്ഷേ അതൊന്നും ഒരു ഡിസ്കഷനിലോട്ട് എത്തിയിട്ടില്ല, കാരണം ഒരു ജനറൽ പബ്ലിക് ആയതുകൊണ്ട്. പക്ഷേ ശ്രീകുമാർ സാറിനെ പോലെ ഒരു ഫെയിമിൽ നിൽക്കുന്ന ഒരാളാവുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി ഇത് കുറേ ആൾക്കാരിലോട്ട് എത്താനും ന്യൂസ് സ്പ്രെഡ് ആവാനും ഇനി അവർ വേസ്റ്റ് ഇടുന്നതിൽ ഒരു കുറവ് വരുത്താനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഇനി ഒരു വേസ്റ്റ് പുറത്തോട്ട് എറിയുമ്പം ഈ ന്യൂസ് അത്യാവശ്യം കേട്ടിട്ടുള്ള ആൾക്കാരുടെ തലയിൽ അയ്യോ പണി എപ്പോഴാണ് കിട്ടുക പാളുക എന്ന് പറയാൻ പറ്റില്ല എന്നൊരു മെൻറ്റാലിറ്റിയിലോട്ട് എത്തും. സോ ഇറ്റ് വാസ് വെരി ഗുഡ്. ആൻഡ് ഈ വീഡിയോയെ ബന്ധപ്പെട്ടിട്ട് MG ശ്രീകുമാറിൻ്റെ നമുക്ക് എക്സ്പ്ലനേഷൻസ് കാണാം. പ്രത്യേകിച്ച് അവിടെ ഒരു മാലിന്യം എന്ന് പറയുന്ന ഒരു മാവുണ്ട്. ആ മാവിൽ നിന്ന് കുറെ മാങ്ങ വീഴും, അത് വെള്ളത്തിലോട്ടും വീഴും അകത്തും വീഴും. അപ്പം ഞാൻ വന്നപ്പോഴത്തേക്കും കുറെ ആൾക്കാർ വന്നിട്ട് അവിടെ പേപ്പർ എഴുതി വെച്ചു 25,000 രൂപ മാലിന്യം ഒഴുക്കിയെന്ന്. അപ്പം ഞാൻ
തർക്കിച്ചില്ല. കാരണം ചെയ്തത് എൻ്റെ അവിടെ നിന്ന ഒരു സെർവൻ്റാണ്. ആ സെർവൻറ്റിന് അറിഞ്ഞൂടായിരുന്നു അണ്ണാൻ കടിച്ചു വീണ ഒരു മാങ്ങയും കൂടെ തറയിൽ ചെതറി കിടന്നപ്പോൾ അതെടുത്ത് ഒരു വെള്ള പേപ്പറിൽ പൊതിഞ്ഞിട്ട് വെള്ളത്തിലോട്ടിട്ടു. തെറ്റാണ്. സത്യത്തിൽ അത് അവർക്ക് അറിഞ്ഞൂടാതെ ചെയ്തതാണ്. പക്ഷേ എൻ്റെ വീടായതുകൊണ്ട് ഞാൻ ഐ എം റെസ്പോൺസിബിൾ ഫോർ ദാറ്റ്. വീഡിയോയിൽ ഇത്രയും ആൾ പറയുന്നുള്ളൂ. ആളല്ല എറിഞ്ഞത്, വീട്ടിലെ സെർവൻ്റ് ആണ് എറിഞ്ഞത്. പിന്നെ ഇഷ്യൂ നടക്കുന്ന സമയത്ത് ആളവിടെ ഉണ്ടായിരുന്നില്ല. ആൾ വല്ലപ്പോഴേ ആ വീട്ടിൽ വന്ന് നിൽക്കലുള്ളൂ. എന്നാലും സെർവൻ്റ് എറിഞ്ഞത് വളരെ തെറ്റായിട്ടുള്ള കാര്യമാണ്. വെള്ളത്തിലോട്ട് എറിയുന്നത് മോശമാണ്. എനിക്കിങ്ങനെ ഒരു ഫൈൻ വന്നിട്ടുണ്ട്, ഞാൻ അടയ്ക്കാൻ വില്ലിങ് ആണെന്ന്. സിമ്പിൾ. വളരെ മാന്യമായിട്ട് ഈ വിഷയത്തെ ആളങ്ങ് എന്ത് ചെയ്തിട്ടുണ്ട്, കൈകാര്യം ചെയ്തിട്ടുണ്ട്. കാരണം ഒരിക്കലും ഞാൻ ചെയ്തില്ല, അല്ലെ സെർവൻ്റാണ് ചെയ്തത് എന്നൊന്നും പറഞ്ഞിട്ടില്ല. എൻ്റെ വീട്ടിൽ നിന്ന് ഇത് പോയത് കൊണ്ട് തന്നെ ഇതിൽ എന്താണ് പിഴ അടയ്ക്കേണ്ടത് ഞാനാണ് എന്നൊരു ബോധ്യമുണ്ട്. പിന്നെ ആളുടെ മനസ്സിൽ ചെറിയൊരു റിഗ്രറ്റ്, റിഗ്രറ്റ് അല്ല, ചെറിയ രീതിയിലൊരു ഇതുണ്ട്. ഒരു മാങ്ങാണ്ടിക്ക് 20,000 രൂപ എന്നൊരു തോട്ട് ആളുടെ മൈൻഡിലുണ്ട്. പക്ഷേ വേസ്റ്റ് ഈസ് വേസ്റ്റ്. അത് മാങ്ങാണ്ടി ആണെങ്കിലും എന്താണെങ്കിലും അതും അങ്ങനത്തെ ഒരു വലിയൊരു കായലിലോട്ടൊക്കെ എറിയുക എന്ന് പറഞ്ഞാൽ വലിയ തെറ്റാണ്. ഇത് ഇനിയും തുടരണം. ഇനിയെന്ന് വെച്ചാൽ ഇനിയും തുടരണം. ഈ വീഡിയോസ് കാണുന്ന നിങ്ങളുടെ നാട്ടിലോ ചുറ്റുപാടിലോ ആരെങ്കിലും വേസ്റ്റ് കൊണ്ടുപോയി ഇടുന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ടും അത് കണ്ടുപിടിക്കുക, ഇതുപോലെ കൊടുക്കുക, പിഴയാക്കുക. കാരണം ഈ വേസ്റ്റ് കൊണ്ട് നമുക്കുണ്ടാകുന്ന ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്. ആരോഗ്യ പ്രശ്നം മാത്രമല്ല, നമുക്ക് അങ്ങനെ ഒരു സ്ഥലത്ത് പോകാനേ പറ്റില്ല മണത്തിട്ട്. എസ്പെഷ്യലി ഈ കോഴി വേസ്റ്റുകൾ കൊണ്ടുപോയിടുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. പിന്നെ ഈ ഹോസ്പിറ്റൽസിലെ വേസ്റ്റ്, പിന്നെ വലിയ വലിയ പ്ലാന്റേഷനിലൊക്കെ വേസ്റ്റ് കാര്യങ്ങൾ കൊണ്ടുപോയിടുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ ഇതൊക്കെ എന്തായാലും കണ്ടുപിടിക്കണം, പിടിച്ചേ പറ്റൂ. പണ്ട് എൻ്റെ വീട്ടിൽ നിന്ന് നേരെ താഴോട്ട് ഇറങ്ങുന്ന സമയത്ത് ഒരു പാലായിരുന്നു. ഇപ്പോൾ പാലം നടന്ന് നല്ല അടിപൊളിയായിട്ടുണ്ട്. ആ സമയങ്ങളിൽ ചില ദിവസങ്ങളിൽ നമ്മൾ രാവിലെ എണീച്ച് ഫ്രഷായി ബാഗൊക്കെ തൂക്കി അന്ന് സ്കൂളിലൊക്കെ പോകുന്ന സമയത്ത് ഭയങ്കര മണമായിരുന്നു വേസ്റ്റ്. മണത്തിട്ട് നിൽക്കാൻ പറ്റില്ല. ഇതാരിട്ടു എങ്ങനെ ഇട്ടു? കാരണം നമ്മളുടെ ഏരിയ നമ്മൾ മാക്സിമം വൃത്തിയാക്കി വെക്കുമ്പോൾ വേറെ ഓരോ വണ്ടിയിൽ വരുന്ന ആൾക്കാരാണ് ഇതൊക്കെ ചെയ്യുക. അതുപോലെ തന്നെ ഈ പല സ്ഥലങ്ങളിൽ നിന്ന് ഈ ബസ്സിലൊക്കെ പല ജില്ലകളിലോട്ടൊക്കെ ട്രാവൽ ചെയ്യുക, അല്ലെങ്കിൽ ട്രിപ്പൊക്കെ വരുന്ന ആൾക്കാർ വേസ്റ്റ് വലിച്ചെറിയുന്നതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. ഇന്ന് പൊതു ഇടങ്ങളിൽ എനിക്കറിയില്ല. ഇവിടെ നമ്മുടെ ബത്തേരിയൊക്കെ പ്ലാസ്റ്റിക് വേസ്റ്റ് ഇടാനുള്ള ഒരു സാധനമുണ്ട്, അല്ലാത്ത വേസ്റ്റ് ഇടാനുള്ള ഒരു സാധനമുണ്ട്. അല്ലാണ്ട് നമ്മൾ ഓരോ കോർണേഴ്സിലും വേസ്റ്റ് ബാസ്ക്കറ്റും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പം അതൊക്കെ ഉപയോഗപ്പെടുത്തുക എന്നുള്ളതാണ്. ചില സ്ഥലങ്ങളിലൊക്കെ ഈ വേസ്റ്റിൻ്റെ സാധനം വെച്ചിട്ട് അതിൻ്റെ അടിയിൽ കൊണ്ട് ഈ പ്ലാസ്റ്റിക് വലിച്ചെറിഞ്ഞിട്ടുള്ള ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പോൾ അതിലും ഉപരി ഇതൊക്കെ ഉപയോഗപ്പെടുത്തണമെങ്കിൽ ആദ്യം നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇങ്ങനെ ഇത് ഉപയോഗപ്പെടുത്താത്ത ആൾക്കാർക്ക് കൊടുക്കേണ്ട പണി എന്ത് ചെയ്യണം, കൊടുത്തേ പറ്റൂ. നമ്മുടെ വീടിൻ്റെയൊക്കെ ഏരിയയിൽ ഏതെങ്കിലുമൊക്കെ ഒരു വീഡിയോയിൽ CCTV ഉണ്ടാവും. ഈ CCTV ഫുട്ടേജ് ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ തന്നെ നമുക്ക് വേസ്റ്റ് കൊണ്ടുപോയിട്ട വണ്ടി ഏതാ കാര്യങ്ങളൊക്കെ കണ്ടുപിടിക്കാൻ പറ്റും. ഇങ്ങനെ നിയമങ്ങൾ ഫ്രണ്ടിലോട്ട് കൊണ്ടുവരാൻ ഏറ്റവും കൂടുതൽ എഫോർട്ട് എടുക്കേണ്ടത് നമ്മൾ ജനറൽ പബ്ലിക്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് നമ്മുടെ മുകളിലത്തെ ലീഗൽ സിസ്റ്റത്തിൻ്റെ ടോപ്പിൽ നിൽക്കുന്ന ആൾക്കാർക്കൊന്നും എന്തൊക്കെയാണ് എല്ലാ ലെവലിലും നടക്കുന്നേ എന്നുള്ളത് അറിയാൻ പറ്റണമെന്നില്ല. നമുക്ക് ഇത് കാണാനും കണ്ടുപിടിക്കാനും തെളിവുകൾ കാണിക്കാനും ഒക്കെ ഇതിനും സാധിക്കും. ഇപ്പോൾ പറഞ്ഞതുപോലെ 25,000 ആണെങ്കിൽ 10,000 പിഴ കിട്ടി ഈ പെർട്ടിക്കുലർ ആൾക്ക്. അപ്പം അത് മേ ബി അത് കൺസിഡർ ചെയ്ത് പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും ഇറ്റ് വാസ് എ ഗുഡ് മെസ്സേജ് ഫോർ ദി സൊസൈറ്റി. കാരണം ഇനിയുള്ള ആൾക്കാർക്കെങ്കിലും ഒരു സാധനം എടുത്ത് ചുരുട്ടി എറിയുന്ന സമയത്ത് ഒന്ന് നോക്കും. ഒരുപാട് ചേച്ചിമാർ വർക്ക് ചെയ്യുന്നുണ്ട് ഈ ക്ലീനിങ് ഫീൽഡിൽ തന്നെ. നമ്മളുടെ വീടുകളിലും സ്ഥലങ്ങളിലും ഒക്കെ അവർ താനേ വരും. ഇപ്പം എൻ്റെ വീട്ടിൽ തന്നെയാണെങ്കിൽ പ്ലാസ്റ്റിക് വേസ്റ്റ് സെപ്പറേറ്റ് മാറ്റി വെക്കും. അതും നമ്മളിപ്പോൾ പ്ലാസ്റ്റിക് കവേഴ്സൊക്കെ ആണെങ്കിൽ കഴുകി ചാക്കിലൊക്കെ ആക്കി വെക്കും. ബാക്കിയുള്ളതൊക്കെ നമ്മൾ മാനുവൽസായിട്ട് ഉപയോഗിക്കും. അപ്പോൾ അതൊക്കെ ഇവർ വീക്ക്ലിയോ മന്ത്ലിയോ വന്ന് എന്ത് ചെയ്യുന്നുണ്ട്, കളക്ട് ചെയ്യുന്നുണ്ട്. അതിനുള്ള സിസ്റ്റമും കാര്യങ്ങളൊക്കെ ഇന്നത്തെ പഞ്ചായത്ത് ലെവലിലും മുനിസിപ്പാലിറ്റി ലെവലിലൊക്കെ ഓർഗനൈസ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ ഒന്ന് ഉപകാരപ്പെടുത്തുക എന്നുള്ള ടാസ്ക് മാത്രമേ നമുക്കുള്ളൂ. കാരണം നമ്മൾ ഈ ലോകത്തോട്ട് വരുന്ന സമയത്ത് ഈ വേൾഡ് ഇത്ര ബ്യൂട്ടിഫുള്ളായി കീപ്പ് ചെയ്തത് നമ്മളുടെ ഫോർഫാദേഴ്സാണ്. അവർക്ക് അന്ന് ഇതിനത്ര മനോഹരമായി കൊണ്ട് നടന്നൊരു സാധനത്തെയാണ് നമ്മളിന്ന് അത്രത്തോളം വേസ്റ്റും അതും ഇതും ഒക്കെ ഇട്ട് നശിപ്പിക്കുന്നത്. അതുവഴി നമുക്കും ഇനി വരുന്ന തലമുറയ്ക്കും ആരോഗ്യത്തെ ബാധിക്കും എന്നൊരു തിരിച്ചറിവ് നമ്മളിൽ ഉണ്ടെങ്കിൽ ഒരിക്കലും നമ്മളിങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്യില്ല. സോ ദാറ്റ്സ് ഇറ്റ്. ആൻഡ് ഐ റിക്വസ്റ്റ് ദി വയനാട് അല്ലാത്ത പീപ്പിൾ ടു കം ആൻഡ് വിസിറ്റ് സുൽത്താൻ ബത്തേരി ടു നോ എത്ര ക്ലീനാണ് ഞങ്ങളെന്ന്.
സോ ദാറ്റ്സ് ഇറ്റ് ഗൈസ്. ഐ എം നോട്ട് ഫീലിംഗ് വെൽ. ഭയങ്കര രാവിലെ എണീച്ചപ്പോൾ തൊട്ട് ഭയങ്കര മൈഗ്രെയിൻ ഉണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ എന്തോ ഭയങ്കര ക്ഷീണം പിടിച്ചൊരു ദിവസമാണ്. സോ ദാറ്റ് ഐ എം നോട്ട് ബീയിങ് ടു എനർജറ്റിക് ഇൻ ദ വീഡിയോ. ബട്ട് ഇത് സംസാരിക്കണം എന്ന് തോന്നി. ഇനിയും ഞാൻ സംസാരിച്ചില്ലെങ്കിൽ അടുത്തൊന്നും വരില്ല. സോ താങ്ക് യു. സ്റ്റേ ട്യൂൺ ഫോർ ദ നെക്സ്റ്റ് വീഡിയോ.